നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ പ്രക്ഷോഭത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദി. അദ്ദേഹത്തിന്റെ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറിയാലോ, ബംഗ്ലാദേശിൽ വലിയ കലാപങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. മാത്രമല്ല, ഈയിടയ്ക്ക് BNP നേതാവായ ഒരു ബലാൽ ഹുസൈൻ്റെ വീടിന് തീയിടുകയും 7 വയസ്സുകാരി കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവം ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. ഒപ്പം തന്നെ ഈ ഉസ്മാൻ ബിൻ ഹാദിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു നേതാവാണ് മൊട്ടാലബ് സിക്ദാർ എന്ന NCP നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ ഒരു നേതാവിനെ തലയ്ക്ക് വെടിവെച്ചു എന്നുള്ള വാർത്തകൾ. അങ്ങനെ അത്തരത്തിൽ ബംഗ്ലാദേശിൽ ഒരു വലിയ കലാപം തന്നെ ഉണ്ടാവുകയാണ്. അത് ഒരുപക്ഷെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഒരുപക്ഷെ ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇത് ഇന്ത്യ ജാഗ്രതയോടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു. കാരണം നമ്മൾ അതിക്രൂരമായി ഒരു കൊലപാതകം കണ്ടു, ആൾക്കൂട്ട കൊലപാതകം. ഒരു മനുഷ്യനെ നിലത്തിട്ട് ചവിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് നെഞ്ചിലൊക്കെ ചവിട്ടുക. വാരിയൽ ഒടിഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ അതിക്രൂരമായാണ് മരണപ്പെട്ടത്. ആൾക്കൂട്ടം ആ മനുഷ്യനെ ചവിട്ടി മെതിച്ചു. എന്നിട്ടും ഇവരുടെ കലി അടങ്ങാതെ ഈ ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അയാളെ കെട്ടിത്തൂക്കി തീയിട്ടു. അതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചു. തീയിട്ടിട്ടും അതിനകത്തും അതിക്രൂരമായ പീഡനങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ആ വീഡിയോ കണ്ടു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ബംഗ്ലാദേശിൽ താമസിക്കാൻ ഭയമാകുന്നു എന്ന് ആ കുടുംബം ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടു രാജ്യം വിറപ്പിക്കുന്ന ഒരു പ്രതിഷേധം ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചു. അതായത് ഡൽഹിയിൽ ബംഗ്ലാദേശ് എംബസിക്ക് ചുറ്റും വിശ്വ ഹിന്ദു പരിഷത്ത് ഇളകി ഇറങ്ങിച്ചെന്നൊരു വലിയ പ്രതിഷേധം നടത്തുന്നു. ഈ പ്രതിഷേധം നടത്തിയതിൻ്റെ തൊട്ടടുത്ത നിമിഷം ബംഗ്ലാദേശിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ആളെ വിളിച്ചു വരുത്തിയിട്ട് ഡൽഹിയിലെ ബംഗ്ലാദേശ് എംബസിക്ക് സുരക്ഷ കൂട്ടണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. എന്തിന് നമ്മൾ സുരക്ഷ കൂട്ടിക്കൊടുക്കണം? ഇങ്ങനെ സുരക്ഷ കൂട്ടിക്കൊടുത്തതിൻ്റെയാണ് നമ്മൾ പലതും നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ അനിഷ്ട ഫലങ്ങൾ അനുഭവിച്ചത്. മുൻപ് പഹൽഗാമിൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾ നമ്മൾ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതിന് ശേഷം. അതിനുശേഷം നമ്മൾ ഡൽഹിയിൽ കണ്ട ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനിലെ എംബസിയിലേക്ക് ഒരാൾ കേക്കും കൊണ്ട് കയറി ചെല്ലുകയാണ്. നമ്മുടെ ആൾക്കാരെ കൊന്നിട്ട് നമ്മുടെ ഡൽഹിയിൽ ചെന്നിട്ട് കേക്കും കൊണ്ട് വിതരണം ചെയ്ത് ആഘോഷം പങ്കിടുന്നു അവർ. അന്ന് ഈ ഡൽഹിയിലെ എംബസിക്ക് ചുറ്റും അവിടുത്തെ ഡൽഹിക്കാർ ഈ പാകിസ്ഥാൻ്റെ എംബസിക്ക് ചുറ്റും ഡൽഹിക്കാർ ഇളകി ഇരച്ചാണ് ചെന്നത്. ഇവന്മാരെ ഇപ്പോൾ പുറത്താക്കണം എന്നുള്ള ആവശ്യവുമായി അവിടുത്തെ ജനങ്ങൾ നിന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു യുവാവ് കൊല്ലപ്പെടുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യയിൽ അതിൻ്റെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, നയതന്ത്ര തലത്തിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യ തിടുക്കം തുടങ്ങിയിട്ടുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിൽ അനധികൃതമായി കയറി കൂടിയിട്ടുള്ള എല്ലാ ബംഗ്ലാദേശികളെയും പുറത്താക്കണം. ഇപ്പോഴത്തേക്ക് ഈ ഒരു പ്രസ്താവന കേൾക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ അയ്യോ ഇവിടെ ഉള്ളവരെ ചവിട്ടി പുറത്താക്കുന്നേ, ഇന്ത്യക്കാരെ ഉൾപ്പെടെ ചവിട്ടി പുറത്താക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് വരും. ഈ പ്രതിഷേധവുമായിട്ട് വരുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, എന്തിന് നമ്മൾ ബംഗ്ലാദേശികളെ ഇങ്ങനെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യം എന്താണ്? കൊടും ക്രിമിനലുകളായിട്ടുള്ള കുറേ മനുഷ്യന്മാർ ഈ ഒരു കൃത്യമായ രേഖകളില്ലാതെ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറുകയാണ്. അല്ല, ബംഗ്ലാദേശിലെ ഒരു കുട്ടി നേതാവ് ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യയെ പട്ടിണിക്കിടുന്ന, അതായത് ഞങ്ങളുടെ ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് പണം പോയില്ലെങ്കിൽ ഇന്ത്യ പട്ടിണി കിടക്കുന്നു. ആ രാജ്യത്തെ ഉണ്ടാക്കിയത് നമ്മളാണല്ലോ. അതിന് നമ്മൾ വേണമായിരുന്നു. അല്ല, അത് എനിക്ക് ഓർത്തും പെട്ടെന്ന് മറ്റേ അദാനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അവരുടെ ഇത് കരാർ ലംഘിച്ച സമയത്ത് അദാനി ഇനി അങ്ങോട്ടേക്ക് വൈദ്യുതി കൊടുക്കുന്നില്ല എന്ന് വന്നപ്പം ഈ പറയുന്നതുകൊണ്ട് യൂനൂസൊക്കെ വന്ന് കാല് പിടിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഈ വിമാനത്താവളം അടക്കം അടച്ച സമയത്ത് ഇവർക്ക് ഈ പറയുന്ന ടെക്സ്റ്റൈൽ രംഗത്തൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായ സമയത്ത് വന്ന് മോദിയുടെ കാല് പിടിക്കുന്ന രംഗം കണ്ടത്. ആ വ്യക്തികളുടെ അവിടെ നിന്നുകൊണ്ട് ഒരു കുട്ടി നേതാവ് പറയാണ്, അങ്ങോട്ട് പണം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ പട്ടിണി കിടക്കും. അതെ, അത് ചരിത്രം അറിയാത്തതുകൊണ്ട്, ചരിത്രം പഠിക്കാത്ത കുറെ വിഡ്ഢികളാണ് ഇതൊക്കെ വിളിച്ചു പോകുന്നത്. അപ്പൊ ഇപ്പൊ ഈ പറയും, അതായത് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് ഇവിടെ നിന്നുള്ള അനധികൃതമായി കുടിയേറിയിരിക്കുന്നവരെ ഞങ്ങൾ പുറത്താക്കുമെന്നുള്ള ഒരു നിലപാട് പറയുമ്പോഴത്തേക്ക്
പല കോണിൽ നിന്നിപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഒരു രാജ്യത്തെ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും കാണിച്ചതിന് മുഴുവൻ ആൾക്കാരെയും, നമ്മൾ മുഴുവൻ ആൾക്കാരെയും അല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ നുഴഞ്ഞു കയറിയിരിക്കുന്നവരിൽ തീവ്രവാദികളില്ല എന്ന് എന്താണ് ഉറപ്പ്? കേരളത്തിൽ ഉൾപ്പെടെ ഇവർ കടന്നു കൂടിയിട്ടുണ്ട്, റോഹിംഗ്യൻ മുസ്ലിംസ്. അത് നമ്മൾ വളരെ, അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശിലെ ഈ കൊടും ക്രിമിനലുകളായിട്ടുള്ള മനുഷ്യന്മാർ. ഈ പറയുന്ന പോലെ പ്രശോഭ, കഴിഞ്ഞ ദിവസം NIA ആസ്ഥാനത്ത് നിന്ന് ഒരു ദൂരദർശിനി, അതായത് ഈ പറയുന്ന റൈഫിളിന് അവിടെ ഫിറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു സംഗതി, ചൈനീസ് നിർമ്മിത ഉപകരണം കണ്ടെത്തി NIA ആസ്ഥാനത്തിന് തൊട്ടടുത്ത് തന്നെ. അതിന്റെ അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ചെങ്കോട്ട സ്ഫോടനം അടക്കം ബംഗ്ലാദേശിലെ പല തീവ്രവാദി ഗ്രൂപ്പിനും പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വരികയാണ്. അപ്പോൾ ബംഗ്ലാദേശിനെ കൂട്ടുപിടിക്കുന്ന പാകിസ്ഥാന്റെ ഇത് ഇന്ത്യക്ക് നേരെയാണെന്നുള്ളത് അറിയാം. ഇപ്പം ഷെയ്ഖ് ഹസീന നമ്മൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഷെയ്ഖ് ഹസീന എന്നൊരു നേതാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ബംഗ്ലാദേശ് ഇത്തരത്തിൽ പാകിസ്ഥാനുമായി കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ ഏത് തരത്തിലും അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. അതായത് പഹൽഗാമിൽ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള മന്ത്രിമാരും ഒക്കെ ഈ പറയുന്ന കരസേനയും മേധാവി ഉൾപ്പെടെ ബംഗ്ലാദേശിലേക്ക് പോയിരുന്നു. അത് അന്നവർ പ്രതികരിച്ചത് നയതന്ത്രപരമായ പല കാര്യങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് പോയതെന്നൊക്കെ പറഞ്ഞു. അത് ശരിയായിരിക്കാം, ഒരുപക്ഷെ നയതന്ത്ര ചർച്ചകൾക്കോ അതിനോ എന്തിനു വേണ്ടിയാണെങ്കിലും പോയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് കണ്ടെത്തിയ ചില രേഖകളുണ്ട്, അതായത് ചില നിർണായകമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണത്തിന് അതിശക്തമായ നീക്കം നടത്തുന്നു. ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള ഒരു നീക്കം. അവർ പറയുന്നത് ഷെയ്ഖ് ഹസീനയെ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് നമ്മുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്നത് നമ്മളാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നയതന്ത്ര തീരുമാനങ്ങൾ ബംഗ്ലാദേശിനെതിരാണ്. അപ്പോൾ ബംഗ്ലാദേശും പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നേക്കാം തുടങ്ങിയ ഈ മതവെറി പിടിപ്പിക്കുന്ന, വിഷം കുത്തിവെക്കുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ കൊല്ലപ്പെടുകയാണ്, അവരെ ഈ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് നേരെ അറ്റാക്ക് നടത്താൻ ബംഗ്ലാദേശിലുള്ള ഗ്രൂപ്പുകളും തയ്യാറാകണം എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഖ്വാജ ആസിഫ് 2 or 3 തവണയാണ് ബംഗ്ലാദേശിൽ പോയത്. ഖ്വാജ ആസിഫിനെ കുറിച്ച് നമുക്കറിയാം, കാരണം ഇന്ത്യ വിരോധം തലയ്ക്ക് പിടിച്ച ഒരാളാണ്. നമുക്കറിയാം, പട്ടാള മേധാവി അസിം മുനീർ കഴിഞ്ഞാൽ ഇന്ത്യ വിരോധം ഏറ്റവും കൂടുതലുള്ള ഒരാളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെയാണ്. അപ്പോൾ ഇവർ ഇടയ്ക്കിടെ ബംഗ്ലാദേശിലേക്ക് പോകുന്നു. പക്ഷേ ബംഗ്ലാദേശിലേക്ക് പോയിട്ട് അവിടുത്തെ പറയുന്ന ഭരണകൂടവുമായിട്ടല്ല ചർച്ച നടത്തുന്നത്, മറ്റ് പല കേന്ദ്രങ്ങളുമായിട്ട് ഈ ചർച്ചകൾ നടത്തുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ ഇവർക്ക് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുക ഇനി അത്ര എളുപ്പമൊന്നുമല്ല. ഈ പറയുന്ന പോലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് നേരെ ചെറിയൊരു നീക്കം നടത്തിയാലും അതിശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുക്കും പാകിസ്ഥാൻ എന്നുള്ളതും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് മറ്റ് മേഖലകൾ കണ്ടെത്തണം ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴിയാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ഉൾപ്പെടെ ബംഗ്ലാദേശിലുണ്ട്. അല്ല, ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികൾ ജോലിക്ക് പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു കൊന്നൊടുക്കുന്ന രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം മറ്റൊരു വാർത്ത കിട്ടി, ചിറ്റാഗോങ്ങിലെ വിസ സേവനങ്ങൾ ഇന്ത്യ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്നുള്ള ഈ ഹിന്ദു യുവാവിന്റെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ നയതന്ത്ര ബന്ധത്തിൽ തന്നെ ഒരു വിള്ളൽ വീണു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ അവിടെയുള്ള ഇന്ത്യക്കാരെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ എത്തിക്കുക, സുരക്ഷിതമാക്കണമെന്നുള്ള ഒരു ഉത്തരവ് പോയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ എംബസിയിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ പൗരന്മാർ സുരക്ഷിതരാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ഇപ്പം നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ സംഘികളാക്കി സംസാരിച്ചേക്കാം. കാരണം നമ്മൾ സംഘികളായതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ എല്ലാവരും തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്നല്ല നമ്മൾ പറഞ്ഞത്, അവിടെയും ഉണ്ട് മനുഷ്യന്മാർ. പക്ഷേ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവർ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യയിലുള്ള ഇതുപോലെ കുറച്ച് തീവ്രമായി ചിന്തിക്കുന്ന ഹിന്ദു വിഭാഗക്കാരെ പൊള്ളിക്കും. പ്രശോഭ, ഈ സംഖ്യകൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പലസ്തീന് വേണ്ടി ഇപ്പോഴും കൊടിയുതിർക്കുകയും ഈ പറയുന്ന പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്ന ഇവരൊക്കെ എവിടെ പോയെന്നുള്ളതാണ്. അതിലേക്ക് വരാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അവിടെ ഒരു ഹിന്ദു കൊല്ലപ്പെട്ടപ്പോഴത്തേക്ക് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്ത് തലപൊക്കി. കാരണം ഞങ്ങളുടെ പൗരൻ, ഞങ്ങളുടെ ആൾ എന്നുള്ള ഒരു
ഒരു സ്നേഹവും ഒക്കെ ആയിരിക്കും, അതെന്തായാലും ഉണ്ടാകുമല്ലോ, ഉണ്ടാകാതിരിക്കില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു എന്നുള്ളതാണ്. അത് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്ന വിഷയമാണോ? അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമല്ല എന്ന് ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ തന്നെ വിളിച്ചു പറയുന്നു. ഞങ്ങൾക്ക് സുരക്ഷ വേണം. അതുപോലെ തന്നെ അഭയം തേടി അവിടെ കഴിയാൻ ഭയപ്പെടുന്ന ജനങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. ഇത് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. അവിടെ നിന്നുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് അഭയം തേടി വരുമ്പോൾ അക്കൂട്ടത്തിൽ തീവ്രമായിട്ടുള്ള, അതായത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ കടന്നുകൂടില്ല എന്നെന്താണ് ഉറപ്പ്? ഇത് നമ്മൾ മതം വേർതിരിച്ച് പറയുന്നതോ സംസാരിക്കുന്നതോ അല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായി ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ പറയുന്നത് ഈ ബംഗ്ലാദേശികൾ കടന്നു കയറിയിട്ടുള്ളവരെ എല്ലാം ഞങ്ങൾ രാജ്യത്തിന് പുറത്താക്കുമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ പലസ്തീന് വേണ്ടി ഇവിടെ കൊടി പിടിക്കുകയും, പലസ്തീന് വേണ്ടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പലസ്തീനിലെ ജനങ്ങൾക്ക് പോലും ഹമാസ് എന്ന ഒരു സംഘടന വേണ്ട എന്നാണ് അവർ പറയുന്നത്. ആ സംഘടനയിലെ യഹിയ സിൻവറും അതുപോലെ തന്നെ ഇസ്മയിൽ ഹനിയും ഒക്കെ കൊല്ലപ്പെട്ടപ്പോൾ ഇങ്ങ് കേരളത്തിൽ ഇവിടെ കൊടി പിടിച്ച് പ്രതിഷേധമായിരുന്നു. ഈ പ്രതിഷേധിച്ച ഈ സർക്കാർ പലയിടത്തായിട്ടായിരുന്നു പ്രതിഷേധ റാലികൾ നടത്തിയത്. എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു കൊല്ലപ്പെട്ടപ്പോൾ ഇവരാരും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല? ഇവിടുത്തെ സാംസ്കാരിക നായകരെവിടെ പോയി? എന്തിനും ഏതിനും വായിട്ടലയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ മറ്റേ പ്രതികരിക്കുന്ന സിനിമാക്കാരെവിടെ പോയി? പലസ്തീന് വേണ്ടിയൊക്കെ സംസാരിച്ച് കരഞ്ഞ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഒരു ഹിന്ദു കൊല്ലപ്പെട്ടു? എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നില്ല? ഇവിടെയാണ് നമ്മൾ പറയുന്നത് കേരളത്തിന് ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളത്. ഒരു വിഭാഗത്തിന് വേണ്ടി കരയുകയും മറ്റു വിഭാഗങ്ങൾ ചത്താലും എങ്ങനെയാണെങ്കിലും അവർക്ക് അതൊരു വിഷയമേ അല്ല എന്നുള്ള ഈ വേർതിരിവ് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ഇത് സങ്കീർണമാകുകയാണ് വിഷയം. കാരണം ഇപ്പോൾ രണ്ടാമതൊരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കണ്ടു തീവ്രമായി നിൽക്കുന്ന, അതായത് എന്തും ചുട്ട് ചാമ്പലാക്കാൻ, മനുഷ്യനെ കൊന്നൊടുക്കാൻ, തീ വയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘടനകളെ നമ്മളവിടെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ബിൻഹാദി അയാൾ ഏറ്റവും വർഗീയത പ്രചരിപ്പിച്ച് സംസാരിച്ച ഒരാളാണ്, ഇന്ത്യ വിരോധം പറഞ്ഞ ഒരാളെയാണ്. അങ്ങനെ ഉള്ള ഒരാൾ മരിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, ചത്തു എന്നല്ലേ പറയാൻ കഴിയും. ഈ മുഹമ്മദ് യൂനുസിന് എങ്ങനെ സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടി എന്നുള്ളതാണ്. ഈ ബിൻഹാദി കൊല്ലപ്പെട്ടതിന് ശേഷം മരണ സംബന്ധമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾക്ക് പോയപ്പോൾ അദ്ദേഹത്തിനെ പിന്തുടർന്നു ഞങ്ങളും ഇനി പോകുമെന്നുള്ള ഒരു വലിയ പ്രസ്താവനയൊക്കെ നടത്താം, വലിയ രീതിയിലുള്ള പ്രസ്താവന നടത്തും. ബിൻഹാദിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയും ഇനി അദ്ദേഹത്തിനെ പിന്തുടർന്ന് അദ്ദേഹം പുകഴ്ത്തി സംസാരിക്കും. ഇദ്ദേഹത്തിന് എങ്ങനെ നൊബേൽ സമ്മാനം കിട്ടി? ഇതുവരെ സ്വന്തം രാജ്യത്ത് സമാധാനം നിലനിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ? യൂനുസിന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ എങ്ങനെ 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 പിരികേറ്റി എപ്പോഴും ഇന്ത്യയെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്തോ ഒരു അതൃപ്തി, എന്നാൽ പിന്നെ വന്ന് കൈയും കാലും പിടിക്കുന്നതും കാണാം. അതെ, ഒരു പരിധിയിൽ കൂടുതൽ ഇന്ത്യ രാജ്യത്തെ വെറുപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ നിലനിൽപ്പ് അങ്ങനെയാണ്. അല്ല, അവരുടെ ഈ പറയുന്നത് പോലെ വാണിജ്യ ഇടപാടുകൾ രാജ്യത്തിലൂടെയാണ്. അല്ല, വാണിജ്യ ഇടപാടുകൾ മാത്രമല്ല, നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നമ്മൾ സഹായിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇപ്പൊ ഈ കലാപം നടക്കുകയാണെങ്കിലും ഈ കലാപം ഒന്ന് കെട്ടടങ്ങുമ്പോൾ ആ രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയാണ് സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു സംസ്കാരവും നമ്മുടെ രീതിയുമാണ്. പക്ഷേ ഇപ്പോൾ ഈ യൂനുസിൻ്റെയൊക്കെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പാകിസ്ഥാൻ്റെ ഒരു ശൈലിയാണ്. ഈ പാകിസ്ഥാൻ എങ്ങനെയാണ് നമ്മളോട് പറയുന്നത്? അവരെപ്പോഴും നമ്മളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട് ആ ഭരണകൂടം. അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ കൊല്ലും, ഞങ്ങൾ തീവ്രവാദം നടത്തും, ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്നൊക്കെയുള്ള അതേ ഒരു രീതിയിലേക്ക് യൂനുസിൻ്റെയും വാക്കുകൾ പോകുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ ബിൻഹാദി കൊല്ലപ്പെട്ടതിന് ശേഷം ചില അടുപ്പുകൂട്ടി ചർച്ചക്കാരങ്ങ് ഭയങ്കര കരച്ചിലാണ്, എന്തോ ഒരു വീരപരിവേഷം കൊടുക്കുകയാണ്. എന്നാൽ ഇന്ത്യക്കെതിരെ സംസാരിച്ചതിൽ അവർക്ക് പ്രശ്നമില്ല. ഇന്ത്യക്കെതിരെ പറഞ്ഞതിൽ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യയെ അങ്ങ് തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ബിൻഹാദിയെ അങ്ങ് വീരപരിവേഷം കൊടുക്കുകയാണ് ചില ചാനലുകാർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പോലും നമ്മളെ സംഘികളാക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് സംഘിയായിട്ട് സംസാരിക്കുന്ന ഒന്നുമല്ല, സംഘിയും കൊങ്ങിയും കമ്മിയായിട്ടൊന്നും സംസാരിക്കുന്നതല്ല. രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം ഇടയ്ക്ക് നമുക്കൊന്ന് പാളിപ്പോയപ്പോഴാണ് പഹൽഗാമിൽ നമ്മൾ വലിയൊരു തിരിച്ചടി, ചെങ്കോട്ട പഹൽഗാമിൽ ആക്രമണം നടന്നതിന് ശേഷമാണ് ചെങ്കോട്ട വരെ അവർ എത്തിയത് എന്നുള്ളതൊന്ന് ഓർത്തു നോക്കണം. ആ ചെങ്കോട്ട ആക്രമണത്തിൽ ബംഗ്ലാദേശ് വരെ നീളുന്ന പല റൂട്ട് മാപ്പുകളും ഉണ്ട് എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് അത്ര നിസ്സാരമല്ല. നമുക്ക് ഒരു വലിയ തിരിച്ചടിയും എപ്പോൾ വേണമെങ്കിലും നമുക്കറിയാം. പാകിസ്ഥാനിൽ നിന്ന്
ഇവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നുഴഞ്ഞു കയറുന്നതിനേക്കാൾ എളുപ്പമായി വന്നിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് കയറുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ഭീതിക്ക് നടുവിൽ നിൽക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അത് തിരിച്ചറിയുക. ഈ പറയുന്ന ബിൻഹാദിക്ക് ജയ് വിളിക്കാനും ബിൻഹാദിക്ക് വീരപരിവേഷം ചാർത്തി കൊടുക്കാനും ഒക്കെ നടക്കുന്നവർ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷ കൂടി ഒന്ന് നോക്കണ്ടേ? ഇവിടെ പഹൽഗാമിൽ 24 പേരോളമാണ് കൊല്ലപ്പെട്ടത്. അന്ന് ഇത്രയും കരച്ചിലില്ലായിരുന്നെന്ന് തോന്നുന്നു. ബിൻഹാദി കൊല്ലപ്പെട്ടപ്പോഴത്തേക്കാണ് ഇവിടെ ചിലർക്ക് കരച്ചിൽ വരുന്നത്. എന്തായാലും ആ ഒരു ഇപ്പോൾ രണ്ടാമതൊരു കൊലപാതകവും നടന്നിട്ടുണ്ട്. മൊട്ടാലിബ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും കലുഷിതമാകുകയാണ്, സ്ഥിതി കലുഷിതമാകുകയാണ്. ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞോളം ഒരു നേതാവിൻ്റെ 7 വയസ്സുള്ള കുട്ടി അടക്കം ചുട്ട് എരിക്കപ്പെടുന്ന സംഭവമൊക്കെ ഒരു വല്ലാത്തൊരു കലാപത്തിലേക്കാണ് ആ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയാണ് നോട്ടമിട്ടുകൊണ്ട് ഈ ഒരു കലാപങ്ങളെല്ലാം തൊടുത്തുവിടുന്നത്. ഇന്ത്യയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ളൊരു പൊതുധാരണ ഉണ്ടാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നിന്ന് ഒരടി, പാകിസ്ഥാനും കൂടെ ചേർന്ന് ഒരടി വരാൻ സാധ്യതയുണ്ട്. കാരണം ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന വ്യക്തിയെ വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിൽ വരുമ്പോഴും, അതേപോലെ തന്നെ കലാപത്തിൻ്റെ ഈ ഒരു മുൻ കാരണം ഇന്ത്യയാണ് എന്നുള്ള രീതിയിൽ വരുമ്പോഴുമൊക്കെ അവിടെ നിന്ന് ഇവർക്ക് അടിക്കാൻ ഒരു കാരണമുണ്ട്. മറ്റേതൊരു കാരണമില്ലാതാണ് പഹൽഗാമിൽ നിന്ന് പാകിസ്ഥാൻ അടിച്ചത്. അപ്പോൾ പാകിസ്ഥാന് വേണമെങ്കിൽ ബംഗ്ലാദേശുമായിട്ട് ചേർന്നുള്ള മറ്റൊരു വലിയൊരു യുദ്ധത്തിലേക്കോ വലിയൊരു നമ്മളെ ഒന്ന് ഇത് വിറപ്പിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളൊക്കെ വലിയ ജാഗ്രതയോടു കൂടിയാണ് ഇരിക്കുന്നത്. ഈ അടുത്ത ദിവസം പോലും എൻഐയുടെ ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ആസ്ഥാനത്തിന് റൈഫിളിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കുന്ന ആ ഒരു ദൂരദർശിനി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻഐയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻഐയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ നോട്ടമിടുന്നു എന്നുള്ള അന്വേഷണ ഏജൻസിക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ തൊട്ടടുത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം, അതും ചൈന നിർമ്മിതമായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കുമ്പോൾ തന്നെ അറിയാം ഇത് പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന്. അപ്പം ഭാഗ്യത്തിന് അവരുടെ ആ ഒരു ഇത് നടന്നില്ല, അന്നെന്തോ ഭാഗ്യത്തിന് നടന്നില്ല എന്നുള്ളത് കാരണം മാത്രമാണ്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം ബംഗ്ലാദേശിൻ്റെ ഈ ഒരു നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ ഇങ്ങനെ കൊടിപിടിച്ച് നടക്കാതെ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയെ പറ്റി ചിന്തിക്കുക. ഒപ്പം തന്നെ എവിടെയാണെങ്കിലും മനുഷ്യനെ അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും മനുഷ്യനെ കെട്ടിത്തൂക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ കൊല ചെയ്യുക. ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഛത്തീസ്ഗഡിലെ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ ആൾക്കൂട്ട കൊലപാതകം ചെയ്ത്. എവിടെയാണെങ്കിലും തെറ്റ് തന്നെയാണ്. പക്ഷേ അത് ഈ പറയുന്ന പലസ്തീൻ വേറെ ബംഗ്ലാദേശിലെ ഹിന്ദു വേറെ എന്നുള്ളൊരു വേർതിരിവ് മാറ്റിക്കൊണ്ട് എന്തായാലും നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം കൂട്ടിപ്പിടിക്കുക.